നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാട്ടോ. ഇവിടെ ഒരു മോട്ടോർ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ക്രിയേറ്റീവ് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മീറ്റപ്പും ഒരു ഇഫ്താർ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ നമ്മളെ ബോച്ചയുടെ ഒരു അടിപൊളി ഒരു സ്കാനിയൻ്റെ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കി കയറി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കോടികൾ കൊടുക്കേണ്ട വണ്ടിൻ്റെ ഉള്ളിൽ ആപ്പോട്ടിൻ്റെ ചായപ്പൊടി കച്ചവടം അടിപൊളി നല്ല ബോച്ചൻ്റെ ലക്കി ബമ്പറൊക്കെ ഉള്ള ചായപ്പൊടി കച്ചവടം നടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് സൈഡിലായിട്ട് അവിടെ നല്ല ഡയമണ്ട് കാര്യങ്ങളൊക്കെ അതും സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ബോച്ചനെ നമ്മൾ സമ്മതിക്കണം. ഇത്രയും വലിയ കോടികൾ വിലയുള്ളൊരു വണ്ടി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംരംഭമായിട്ട് ആൾക്കാരെ മുന്നിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു ചായപ്പൊടിൻ്റെ ബിസിനസ്സാണെങ്കിലും അതേപോലെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏതായാലും അടിപൊളി പരിപാടി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളോട്ട് കയറിയ സമയത്ത് ഒരുപാട് ഐറ്റംസ് വണ്ടികൾ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ലൈസൻസ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ മറ്റേ കറണ്ടിലും പെട്രോളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബൈക്കുകൾ ഉണ്ടായിരുന്നു. 4 വീൽ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് യൂസ്ഡ് കാറുകൾ അവിടെ എല്ലാ മോഡലിലും നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടിയാലും ബെൻസായാലും BM ആയിരുന്നു ഒത്തിരി മോഡൽ കാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഏതായാലും നല്ല അടിപൊളി ഒരു എക്സ്പോ തന്നെ ആയിരുന്നു. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഒരുപാട് എന്താ പറയുക അത്രയും നമ്മളെ വണ്ടികൾ പരിചയപ്പെടാനും അതേപോലെ തന്നെ കൂടുതൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്താനും ഒരുപാട് പഴക്കം ചെന്ന പഴയ കാലത്തുള്ള ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഈ വണ്ടിയൊന്നും നമ്മളൊന്നും ആരും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നു. ഇത്രയും പഴക്കമുള്ള അതേപോലെ ഗൾഫിലൊക്കെ മാത്രം കണ്ടിരുന്ന ഹയാസിൻ്റെ എയ്സ് കാര്യം നിസാൻ്റെ വലിയ വണ്ടി ടയോട്ടൻ്റെ ഹയാസ് അതുപോലെ ഒരുപാട് വണ്ടികൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. ഈ ഒരു അയാസ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചുരുക്കം ഇറങ്ങിയിട്ടുള്ളൂ. ടയോട്ടൻ്റെ അയാസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം എല്ലാവരും ലോക്കലായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു വണ്ടിയാണ്. ഇവിടെ ഭയങ്കര ഒരു പ്രീമിയം വണ്ടിയായിട്ടാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. ഏതായാലും നല്ല നല്ല സൗകര്യവും കാര്യങ്ങളും നല്ല യാത്രാ സുഖവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരുപാട് ഹയാസിൻ്റെ ഒരുപാട് മോഡൽ വണ്ടികൾ വലിയ ചെറുതായിട്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കാറിലേക്ക് നോക്കിയാൽ മിനി കൂപ്പർ ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പില് ബംഗാളി ഇന്ന് പെട്ടിക്കടയില് ബംഗാളി. പെട്രോൾ പമ്പില് ബംഗാളി ഇന്ന് പെട്ടിക്കടയില് ബംഗാളി. കട്ടുകടയിലും ബംഗാളി പുട്ടുകടയിലും ബംഗാളി. കട്ടുകടയിലും ബംഗാളി പുട്ടുകടയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. ഒരു 500 രൂപ സമ്മാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമുക്ക് നോമ്പെടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അത് നമ്മളെ ബുള്ളറ്റുമാനാണ് അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോമ്പെടുക്കാൻ അവകാശമായി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ.